ഇറ്റ്സ് ഓൾ അബൌട്ട് ബബ. നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള ശ്രീലക്ഷ്മി തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലീവില്ലാത്തതിനെ കൊണ്ട് വൈകുന്നേരത്തെ ഷോ 10 മണീൻ്റെ ഷോയ്ക്കാണ് ഞാൻ പോയത്. ശ്രീലക്ഷ്മി തിയേറ്ററിലായിരുന്നു. ഒരു ബി ക്ലാസ് തിയേറ്ററാണ്. പക്ഷേ ആ ഒരു വൈബും ആ ഒരു ആഘോഷമായിരുന്നു. ശരിക്കും ദിലീപ് കുറ്റക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല. ആസ് എ സിനി ഫൈൽ ഞാൻ പോയത് ലാലേട്ടനെ കാണാൻ, സിനിമയിൽ ആ ഒരു സെലിബ്രേഷൻ കൂടെ എൻജോയ് ചെയ്യണം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് ഒട്ട്ലി മാഡ്നസ് ആണ്, ഇതിൽ ലോജിക്കൊന്നുമില്ല. CID മ്യൂസിയം, ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഡബിൾ ബാരൽ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ലോജിക്കില്ല. അതൊക്കെ ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്, അടി ഇടി വെടി പോക അങ്ങനത്തെ ഒരു പടമാണ്. ബബയും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണെന്നുള്ളത് അതിന്റെ ട്രെയിലറിലും എല്ലാ കാര്യത്തിലും നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്ന് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസുകൾ, അതായത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു സിനിമയെ, ഒരു സെലിബ്രേഷൻ സിനിമയെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ലോജിക് ഇല്ല, ഇതിലൊരു കഥയില്ല, ഇതിലൊരു എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. ഇത് ടോട്ടലി ഒരു സെലിബ്രേഷൻ ആണ്. ഒരു വിജയ് സിനിമ ഇറങ്ങുന്ന സമയത്ത്, ഒരു അജിത് സിനിമ ഇറങ്ങുന്ന സമയത്ത് തമിഴന്മാരും മലയാളികളായ നമ്മൾ പോലും ആഘോഷിക്കുന്നത് എന്തിനാണ്? ബബ്ബ എന്ന് പറഞ്ഞ സിനിമയും അത്തരത്തിലുള്ള ഒരു ആഘോഷിക്കാനുള്ള ഒരു സിനിമയാണ്. ഇതിൽ ഒരുപാട് റെഫറൻസുകളാണ്. ഇതിൽ ഒരുപാട് മുകുന്ദനുണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും, വിനീത് ശ്രീനിവാസൻ അവതരിപ്പിച്ച ക്യാരക്ടർ ആണെങ്കിലും, സനീകുമാർ വന്നവരും നിന്നവരും ഒക്കെ വന്ന് ഇതിൽ അഴിഞ്ഞാണ്. അവരുടെ റിയൽ ലൈഫിൽ അവർ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ധ്യാൻ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. CID മ്യൂസിയിലെ കാറ്, ലാലേട്ടന്റെ മീശ വിരിക്കല്, അദ്ദേഹത്തിന് മുണ്ട് മടക്കി കുത്തലും, മുണ്ട് പറിച്ചടി, ഗില്ലി എന്ന സിനിമയിൽ ആ ജിപ്സി വരുന്നത്, ചഞ്ചൽ എന്ന് പറഞ്ഞ ആ ഒരു ടാങ്കർ വരുന്നത്, ഒരുപാട് സിനിമകളുടെ ആ ഒരു റീക്രിയേഷൻ, ആ ഒരു സീനുകളുടെ റീക്രിയേഷൻ, വെട്ടം സിനിമയിലെ ആ ഒരു അയ്യോ 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 ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തൊഴുത് ഉള്ള ഒരു പരിപാടി. നമ്മൾ മീമുകളിലൂടെ ആണെങ്കിലും നമ്മൾ ട്രോളുകളിലൂടെ ആണെങ്കിലും നമ്മൾ കണ്ട് പരിചയിച്ച ഒരുപാട് സാധനങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സിനിമയിൽ ഉൾപ്പെടുത്തുക. ബുദ്ധിയൊക്കെ വീട്ടിൽ വെച്ച് വന്നിട്ട്, തലച്ചോറൊക്കെ വീട്ടിൽ വെച്ച് വന്നിട്ട് മൊത്തമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യുക. അതിൽ ആ ഒരു ഇന്റർവൽ സീനില്ല, സോന സോന എന്ന് പറഞ്ഞ പാട്ട്, താന്തലൊക്കെ തില്ലന്തിലെന്ന് പറഞ്ഞ ആ ഒരു പാട്ട്, അതിൻ്റെ റാപ്പ്, രാരവേണുവിൻ്റെ ആ ഒരു പോർഷൻസ്, അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. ആ ഒരു പാട്ട് വരുന്ന മൊമെന്റ് ഞാനിങ്ങനെ എൻജോയ് ചെയ്യാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഇറങ്ങി വന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. അതൊരു വലിയ എന്റർടൈൻമെന്റ് ആണ്. ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരുപാട് സിനിമകളിലൊന്നും അങ്ങനെ പോയിട്ട് കയറി ഡാൻസ് കളിച്ചിട്ടില്ല. ചിലപ്പോൾ രജനികാന്ത് സിനിമയിലുള്ള ഒരു പരിപാടിയിലൊക്കെ പേട്ടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ഇറങ്ങി വന്നിട്ട് പുള്ളി കളിച്ചിട്ടുണ്ട്. ഇത് ഒരു മലയാള പടത്തിന് ഞാൻ അങ്ങനെ കയറി വന്ന് എൻ്റെ തൊട്ടടുള്ള ഒരു പയ്യൻ, അറിയില്ല, ആളെ അറിയില്ല, ആ പയ്യൻ വന്ന് ബ്രോ വാ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിന്റെ മുമ്പിൽ ഇറങ്ങി നിന്നിട്ട് രണ്ടുപേരും കൂടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ലോജിക് ഒന്നും നോക്കാതെ, കഥ എന്താണെന്നൊന്നും അറിയാതെ, അല്ലെങ്കിൽ കഥയൊന്നും ഇല്ല ഈ സിനിമയിൽ. ഇതിൽ കംപ്ലീറ്റ് റെഫറൻസുകളും ഒരുപാട് പേരുടെ അഴിഞ്ഞാട്ടമാണ്. അങ്ങനെ ഒരു മൂഡിൽ പോയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ പോയിട്ട് മൂഡ് പോയിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൽ കട്ടുന്ന അർമാദിച്ച് കാണാൻ പറ്റുന്ന ഒരു പടം മാത്രമാണ് ബബ്ബ എന്ന് പറഞ്ഞ സിനിമ. ദിലീപിന്റെ ഒരു കംബാക്ക് എന്നോ അദ്ദേഹത്തിന്റെ ഒരു അവനോടൊപ്പം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. OTT ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കാണുമ്പോഴും ഒരു ലാപ്ടോപ്പിലൊക്കെ കാണുമ്പോഴും നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാവില്ല. കാരണം ഒരുപാട് സീനുകൾ അങ്ങനത്തെ സീനുകളാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആ ഒരു ബീറ്റിനനുസരിച്ച്, ആ ഒരു മൂഡിനനുസരിച്ച് അത്തരത്തിലുള്ള മാഡ്നസ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് ബബ്ബ. കണ്ടു നോക്കുക. സീ യു.